നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മർച്ചന്റ് നേവി ജോബിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് നോക്കാൻ പോകുന്നത്. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ വാട്സപ്പിൽ ഒന്ന് ജോയിൻ കൂടി ചെയ്തേക്കാം. സോ നമുക്കപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിസഡ്വാൻറ്റേജ് എന്താണെന്നാണ് ജസ്റ്റ് നോക്കാൻ പോകുന്നത്. അത്യാവശ്യം എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ സീ ലൈഫാണെന്ന് വെച്ചാൽ നമ്മുടെ ഷിപ്പിൽ പോകുന്ന വർക്കാണ് ഈ മെയിനായിട്ട് മർച്ചന്റ് നേവി ജോബ് എന്നൊക്കെ നമ്മൾ പറയും. സോ കുറച്ച് ഡിസഡ്വാൻറ്റേജും കാര്യങ്ങളെ ആണ് നമ്മളിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു വെച്ചാൽ ആദ്യമേ അഡ്വാൻറ്റേജ് പറഞ്ഞ് അതങ്ങ് ഒരു മോട്ടിവേറ്റ് ആവേണ്ടെന്ന് കരുതിയിട്ടാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് നമുക്ക് എന്തായാലും നോക്കാം. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എന്തായാലും ജസ്റ്റ് നോക്കാം. അപ്പോൾ ആദ്യത്തെന്ന് പറഞ്ഞാൽ ലോങ് ടൈം എവേ ഫ്രം ഫാമിലി. ഓക്കെ, എന്നുവെച്ചാൽ ഫാമിലിയിൽ നിന്ന് നമ്മൾ ഒത്തിരി അകന്നായിരിക്കും നിൽക്കുന്നത്. സോ ചില സമയത്ത് ചിലപ്പം ഒരു രീതിക്കും കോൺടാക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ നമുക്ക് ഈ ഒരു ഫീൽഡിനകത്ത് വരുന്നത് സാധാരണയാണ്. സോ അതൊരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ്. ആദ്യമായിട്ടൊക്കെ നമ്മളിപ്പോൾ പോകുന്ന ഒരാളാണെങ്കിൽ ഫാമിലിയെ വിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഷിപ്പിൻ്റെ ആ ഒരു സീ ലൈഫിലൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ വർക്കിംഗ് കണ്ടീഷനൊക്കെയാണ്. ചില സമയത്ത് റഫ് വെതറൊക്കെ ആയിരിക്കും ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് സീയിൽ കാണും. അതിപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് റഫായിട്ടുള്ള ജോബ്, ആ ഒരു കണ്ടീഷൻ ശരിയല്ലാത്ത രീതിയിൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷനൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഈ ഒരു ജോബിനകത്ത് വരുന്നതാണ്. പിന്നെ മെയിനായിട്ട് നമുക്ക് പറയേണ്ടത് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഹെൽത്ത് ഇഷ്യൂസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഷിപ്പിലാണ്, നമ്മുടെ കടന്. സോ അവിടെ ഹോസ്പിറ്റലും കാര്യങ്ങളൊന്നും അവിടെ സ്വാഭാവികമായിട്ടും കാണത്തില്ല. സോ എന്തെങ്കിലുമൊക്കെ വലിയ എമർജൻസി സിറ്റുവേഷനിലൊക്കെ വന്നാൽ അത്യാവശ്യം നമ്മൾ അടുത്തൊരു പോർട്ടിൽ റീച്ച് ആവുന്നവരെ നമ്മൾ പിടിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെയാണ് വരുന്നത്. സോ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ അത്യാവശ്യം മെഡിസിൻസും വേണ്ട ആൾക്കാരൊക്കെ അതിനകത്ത് ഓൾറെഡി അവൈലബിൾ ആണ്. പക്ഷേ എന്തെങ്കിലും രീതിയിൽ നമ്മുടെ കൈ നിൽക്കാത്ത സിറ്റുവേഷൻസ് ഒക്കെ വരുവാണെങ്കിൽ അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഫിക്സഡ് വർക്ക് ടൈം അല്ല നമുക്ക് ഒരിക്കലും വരുന്നത്. കാരണം ചിലപ്പം 8 to 5 ആയിരിക്കാം. ഇപ്പോൾ എഞ്ചിനീയേഴ്സിനൊക്കെ ആണെങ്കിൽ 8 to 5, പിന്നെ അതിനുശേഷം വാച്ച് കീപ്പിംഗ്, സൗണ്ടിങ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ലോഗ് ബുക്കൊക്കെ പറഞ്ഞുകൊണ്ട് പോകും. ഡെക്കിന് വരുമ്പോൾ ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി വരും. അതുപോലെ തന്നെ ചിലപ്പം 4 മണിക്കൂർ ആയിരിക്കും, 4 മണിക്കൂർ ആ ഒരു ഷിഫ്റ്റിലായിരിക്കും ചിലപ്പോൾ നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു ഫിക്സ്ഡ് ടൈം അല്ലാത്ത വർക്കിംഗ് ആയിരിക്കും നമുക്ക് ഷിപ്പിനകത്ത് വരുന്നത്. ഏത് സമയവും നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട്. സോ ഏത് സമയം നമ്മൾ അവൈലബിൾ ആയിരിക്കണം. അല്ലാതെ നമുക്ക് ഇപ്പോൾ ഇത്ര 8 to 5 വരെ ഉള്ളൂ, അതിനുശേഷം ഫ്രീ, അങ്ങനൊരു സംഭവമേ നമ്മുടെ മർച്ചന്റ് നേവി ജോബിനകത്ത് ഇല്ല. നമുക്ക് എപ്പോഴും ജോലിക്ക് പോകേണ്ട ഒരു അവസ്ഥ നമുക്ക് ഷിപ്പിനകത്ത് വരുന്നതായിരിക്കും. പിന്നെ വരുന്നത് കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ആണെന്ന് വെച്ചാൽ ആക്സിഡൻറ്റ്സ്, അതുപോലെ തന്നെ പാരറ്റ് അറ്റാക്ക്, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ജോബിനകത്ത് എന്തായാലും വരുന്നുണ്ട്. സോ അതൊക്കെ മുൻകരുതൽ എടുത്തിട്ട് വേണം നിങ്ങൾ ഇതിനകത്തൊക്കെ ജോയിൻ ചെയ്യുക. അല്ലാതെ ചുമ്മാ ഒന്നും അറിയാതെ പോയി ഷിപ്പിലൊക്കെ ജോയിൻ ചെയ്ത് എന്തെങ്കിലുമൊക്കെ എനിക്കിത് പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞാൽ അത്രയും നാൾ നിങ്ങളെടുത്ത എഫേർട്ട്, അത്രയും കളഞ്ഞ ടൈം ഒന്നും തിരിച്ചു വരാൻ പോകുന്നില്ല. സോ എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഇനി പുതിയതായിട്ട് പോകുന്നവരുടെ കാര്യമാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്. പോയവരിപ്പോൾ പോയി, ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പുതിയതായിട്ട് പോകുന്നവർക്ക് വേണ്ടിയൊരു അഡ്വൈസുമാണ്, എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോവുക. എല്ലാ ജോബിലും അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ വരുന്നതാണ്. പക്ഷേ നമ്മൾ ഈ ഒരു ലൈഫ് വെച്ച് നോക്കുമ്പോൾ ടോട്ടലി ഡിഫറൻ്റ് ആണ് ബാക്കിയുള്ള ജോബിനെ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മൾ അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ജോബിനകത്ത് വരുന്ന അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ മെയിനായിട്ട് പറയേണ്ടത് നമ്മുടെ സാലറിയുടെ കേസാണ്. ഹൈ സാലറി ആയിരിക്കും. ബാക്കിയൊരു ജോബ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഹൈ സാലറി ആയിരിക്കും നമുക്ക് ഈ ഒരു ഫീൽഡിലേക്ക് കിട്ടുന്നത്. മിനിമം തന്നെ ഒരു ഇപ്പോൾ ഞാൻ ഡെക്ക് എഞ്ചിൻ മാത്രം എടുക്കുകയാണെങ്കിൽ ട്രെയിനിക്ക് കിട്ടുന്ന മിനിമം ഒരു 35,000 40,000 ഒക്കെ ആയിരിക്കും ഒരു മിനിമം സ്റ്റാർട്ടിങ് വരുന്നത്. സോ പിന്നെ അത് പെട്ടെന്ന് തന്നെ പ്രൊമോഷൻസ് നമ്മൾ ഈ ഒരു ക്ലാസ് 4 കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി പോകുമ്പോൾ തന്നെ ഒരു 6 ഡിജിറ്റ് അപ്പം തന്നെ നമുക്ക് അത്യാവശ്യം മന്ത്ലി ഉണ്ടാക്കാൻ പറ്റും. സോ ഹൈ സാലറി ആണ് നമുക്ക് ഇതിനകത്ത് വരുന്ന ഒരു മെയിൻ അഡ്വാൻറ്റേജ്. എല്ലാവരും മിക്കവരും സാലറി നോക്കിയാണ് ഈ ഒരു പരിപാടിയിൽ ജോയിൻ ചെയ്യുന്നത്. പിന്നെ വരുന്നത് നമുക്ക് ഇൻ്റർനാഷണൽ, ഇപ്പോഴത്തെ രീതിയിലാണ് ഇൻ്റർനാഷണൽ ട്രിപ്പ് എന്നൊക്കെ പറയാം. പക്ഷേ ട്രിപ്പായിട്ടൊന്നും നമുക്ക് ഷിപ്പിനകത്ത് കിട്ടില്ല. ആകെ കുറച്ച് അവേഴ്സ് മാത്രമാണ് നമുക്ക് ഈ പോർട്ടിലൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇറങ്ങുന്ന രാജ്യത്തൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ പക്ഷേ എന്നാലും ഒരു അത്യാവശ്യം ഒരു മാസത്തിൽ നമുക്കൊരു 5-6 കൺട്രീസിൽ എന്തായാലും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ആ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. സോ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമുക്ക് ഷിപ്പിൽ ഫ്രീ ഫുഡാണ്, ഫ്രീ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ഏത് കമ്പനിയിലാണോ കിട്ടുന്നത് ആ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. കുക്കൊക്കെ ഓൾറെഡി ഷിപ്പിനകത്ത് തന്നെ അവൈലബിൾ ആണ്. സോ ഫ്രീ ഫുഡും ഫ്രീ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു കരിയർ ഗ്രോത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഡെവലപ്മെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം
നല്ലൊരു കുറഞ്ഞ ഏജിൽ തന്നെ നമുക്ക് ഈ ഷിപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. കാരണം ഒരു 21-22 വയസ്സിൽ തന്നെ നമ്മളൊക്കെ ഒരു നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ട്രെയിനി ആയിട്ട് കയറുവാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു 30-35 വയസ്സൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാർഡ് വർക്കിനനുസരിച്ച് നമുക്ക് കരിയർ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതിനനുസരിച്ച് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. ചീഫൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ലൊരു സാലറി തന്നെ നമുക്ക് കിട്ടും. ഒരു 4-5-6 ലക്ഷം രൂപ വരെയൊക്കെ നമുക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡും കൂടാണ്. സോ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ട്രാവലിങ് കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ടാക്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. NRI അക്കൗണ്ട്സിലൊക്കെ ടാക്സ് ഫ്രീ ആയിരിക്കും. പിന്നെ കോൺട്രാക്ട് ബേസിലാണ് നമ്മൾ ഷിപ്പിൽ ജോയിൻ ചെയ്യുന്നത്. ഒരിക്കലും നമ്മളൊരു പെർമനൻറ്റ് സ്റ്റാഫായിട്ട് ഒരു ഷിപ്പിലോ ഒരു കമ്പനിയിലോ നമ്മൾ ജോയിൻ ചെയ്യില്ല. ചിലപ്പം 4 മാസത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 6 മാസത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് 9 മാസത്തെ കോൺട്രാക്റ്റ്. ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും മിക്കവരും ഷിപ്പിൽ ജോയിൻ ചെയ്യുന്നത്. സോ ആ കോൺട്രാക്ട് ബേസിൽ നമുക്കപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേണ്ട പോലെ ചിലപ്പം ചില കമ്പനീസ് മാത്രം ഇത്ര നാളിൽ നിനക്ക് ലീവ് കിട്ടുമല്ലോ, അതിനുശേഷം കമ്പനി തിരിച്ച് ജോയിൻ ചെയ്യണം എന്നൊക്കെ പറയുന്ന കമ്പനീസ് ഉണ്ട്. അതുമല്ല നിങ്ങൾക്ക് ഒരു 1.5-2 മാസം വരെ ലീവ് എടുക്കാൻ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്ന കമ്പനീസും നമുക്ക് ഈ ഒരു വേൾഡിൽ അവൈലബിൾ ആണ്. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫീൽഡിൻ്റെ ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ. എന്താണെങ്കിലും നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ ഇതിനകത്തൊക്കെ ജോയിൻ ചെയ്യുക. അല്ലാതെ എടുത്ത് ചാടി ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് ഈ ഒരു ഫീൽഡിനകത്തൊക്കെ ഇറങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നതായിരിക്കും. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസും ജോബ് റിലേറ്റഡ് വീഡിയോസിനൊക്കെ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. സോ വീഡിയോ എന്തിനാണ് വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.